ഒരമ്മ സങ്കടപ്പെടുകയാണ്, ഒരമ്മയുടെ ആവലാതിയാണ്. ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ പഠിപ്പിച്ചതാച്ചോ, പള്ളിയോടൊക്കെ ചേർത്ത് വളർത്തിയതാ, ആൾത്താരിലേക്ക് കയറുന്ന കൊച്ചായിരുന്നു, കൊയറിലൊക്കെ പാടിക്കൊണ്ടിരുന്ന കുട്ടിയായിരുന്നു. പക്ഷെ പിന്നീട് എന്താണോ അച്ചോ ഇങ്ങനെ വരുന്നത്? എന്താ അതിൻ്റെ കാര്യം? ഞങ്ങൾ എന്താ ഇതിക്കുള്ളിൽ ചെയ്യേണ്ടിയിരുന്നത്? അത്തരം സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്നവരോട് ഒരു കാര്യം പറയട്ടെ. പ്രിയമുള്ള മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ കരങ്ങളിൽ കുഞ്ഞുങ്ങളുള്ള കാലത്ത് കൊടുക്കാവുന്നിടത്തോളം ദൈവത്തെ കൊടുക്കുക. അവരെ ബുദ്ധിമുട്ടിക്കാതെ, അവരെ വെറുപ്പിക്കാതെ, ഹൃദ്യമായ അനുഭവമായി പ്രാർത്ഥനയെ അവർക്ക് സമ്മാനിക്കുക. ദൈവത്തോട് ബന്ധം അവർക്ക് വളർത്തിക്കൊടുക്കുക. പരിശുദ്ധ സഭയെ, വിശുദ്ധ കുർബാനയെ ഒക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഇനി കുറച്ച് കഴിയുമ്പോൾ അവർക്ക് തോന്നുകയാണ് എല്ലാത്തിനോടും അല്പം അകലം പാലിക്കണം. അവരെ അനുവദിച്ചേക്ക്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ വിതച്ചിട്ട വിത്തില്ലേ, കുറേ കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു മഴ പെയ്യും. ഒരു സങ്കടത്തിൻ്റെ, ഒറ്റപ്പെടലിൻ്റെ, വേദനയുടെ മഴ പെയ്തിറങ്ങും. അത് പെയ്തിറങ്ങുന്ന ദിവസം നിങ്ങൾ കൊടുത്തിട്ട ഈ വിശ്വാസത്തിൻ്റെ വിത്ത് നാമ്പെടുക്കും. അത് തളിര് ചൂടും, അത് വളരും, അത് സംഭവിച്ചോളും. നമ്മൾ ഓർക്കേണ്ടത്, ഇതൊന്നും കൊടുത്തിട്ടും വലിയ കാര്യമില്ലെന്ന് പറഞ്ഞ് ഇന്നൊന്നും കൊടുക്കാതിരുന്നാൽ കുറേ കഴിയുമ്പോൾ നിങ്ങളില്ലാതാകുന്ന കാലത്ത്, ഈ സമ്പത്ത് തുണയ്ക്കെത്താത്ത കാലത്ത്, വിദ്യാഭ്യാസം, നമ്മുടെ സ്വാധീനങ്ങൾ ഒന്നും നമുക്ക് കരുത്തു പകരാത്തൊരു ദിവസം, അവരുടെ ജീവിതത്തിൽ സങ്കടത്തിൻ്റെ മഴ ആർത്തലച്ചു പെയ്തിറങ്ങുന്നൊരു ദിവസം, കിളുക്കാൻ ഒരു വിത്ത് പോലും ഇല്ലാണ്ടായാലോ. അതുകൊണ്ട് വിത്ത് വിതച്ചിടാൻ എല്ലാ മാതാപിതാക്കളും ഓർക്കേണ്ടത്, ഇന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ സ്നേഹപൂർവ്വം നൽകുന്ന വിശ്വാസ പരിശീലനം അതൊരു വിത്ത് വിതയ്ക്കലാണ്. അത് ഉടനെ നാമ്പെടുക്കണമെന്ന് ശാഠ്യം പിടിക്കരുത്. ചിലപ്പോൾ അത് കരിഞ്ഞു പോകുന്ന പോലെ തോന്നുകയും ചെയ്യും. നാമ്പെടുത്തു വന്നത് കരിഞ്ഞു പോകുന്നത് പോലെ തോന്നുകയും ചെയ്യും. അപ്പോഴുമുണ്ട് മണ്ണിൻ്റെ മനസ്സിൽ, മണ്ണിൻ്റെ മടിയിൽ ഒരു വിത്ത് കിടപ്പുണ്ട്. നിങ്ങൾ കൊടുത്തതൊന്നും പാഴായി പോകില്ല. അത് ഭാവിയിൽ തളിരെടുത്തോളും. കൊടുക്കാതിരിക്കരുത്, കൊടുക്കണം. നന്മ കൊടുക്കണം, കർത്താവിനെ പറഞ്ഞു കൊടുക്കണം, വിശ്വാസം പകർന്നു കൊടുക്കാൻ ശ്രദ്ധയുണ്ടാകണമെന്നേ ഉള്ളൂ.